എനിക്ക് ഈയിടെയായിട്ട് തോന്നാറുണ്ട്, നമ്മുടെ ഉള്ളിലെ ആ നമ്മളെപ്പറ്റി പോലും നമുക്ക് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന്. അതുകൊണ്ടായിരിക്കുമല്ലോ മറ്റൊരാൾ പറഞ്ഞ് നമുക്കറിയേണ്ടി വരുന്നത് നമുക്ക് ഡിപ്രഷനാണെന്നും അല്ലെങ്കിൽ ശരിക്കും നമ്മുടെ പ്രശ്നം ഇന്നതാണെന്നും ഒക്കെ. ആ സമയത്ത് മറ്റൊരാളെപ്പോലെ മാറി നിന്ന് സങ്കടത്തോടെ നമ്മെ നോക്കി നിൽക്കാൻ മാത്രമല്ലേ നമുക്ക് പറ്റൂ. ഇതുകൊണ്ടായിരുന്നോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ശരിക്കും അത്രയ്ക്കൊക്കെ വിഷമം ആവുന്നുണ്ടായിരുന്നോ നിനക്ക് എന്നൊക്കെ സ്വയം വിങ്ങിപ്പൊട്ടി ചോദിച്ചുകൊണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മെ ശരിക്കും ശ്രദ്ധിക്കാത്തത് കൊണ്ടും സ്നേഹിക്കാത്തത് കൊണ്ടും ഒക്കെയാണല്ലോ നമുക്ക് ഈ ഒരവസ്ഥയൊക്കെ വരുന്നത്. നമ്മൾ നല്ല ബന്ധങ്ങളാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ആവശ്യത്തിന് പണം ഉണ്ടായിട്ടും നല്ല ബന്ധങ്ങളില്ലെങ്കിൽ ജീവിതത്തിന് ഒരു സുഖവും കാണില്ല. അപ്പോൾ നമ്മളെല്ലാവരും തേടുന്നത് ആ ഒരു സ്പെഷ്യൽ പേഴ്സണെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലൊക്കെ നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുന്ന വളരെ സേഫായിട്ടുള്ള ഒരു ബന്ധം. അങ്ങനെ ആരെങ്കിലും ഒരാളെങ്കിലും നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഹാപ്പി ആയിരിക്കും. പക്ഷേ എപ്പോഴും അങ്ങനെ ഒരാളെ കിട്ടാൻ പ്രയാസവുമാണ്. കിട്ടിയാലൊട്ട് മൊത്തമായി അവരെ വിശ്വസിക്കാൻ നമുക്ക് പ്രയാസവുമാണ്. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആവശ്യത്തിന് പണവും അതേപോലെ തന്നെ ബന്ധങ്ങളും നല്ല രീതിയിലുള്ള വളരെ സന്തോഷത്തോടെ കഴിയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണല്ലോ നമുക്കില്ലാത്തത്. അങ്ങനെ ഒരാളെ നമുക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഞാനങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. എൻ്റെ വീഴ്ചയിൽ നിന്നെല്ലാം എന്നെ മെയിനായിട്ട് എഴുന്നേൽപ്പിച്ചതൊക്കെ ആ വ്യക്തി തന്നെ ആയിരുന്നു. ആ വ്യക്തി വേറെ ആരുമല്ല, ഞാൻ തന്നെയായിരുന്നു. അതെ, നമുക്കതിന് കഴിയും. എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയില്ലേ? അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയില്ലേ? നമുക്ക് വേണ്ടതൊക്കെ മറ്റുള്ളവരെക്കാട്ടിലും മനസ്സിലാക്കാനും കൊടുക്കാനും നമ്മളെ കൊണ്ട് കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. അങ്ങനെ ഒരാൾ ഇല്ലാതെ ജീവിക്കുന്നതിലും എത്രയോ ഭേദമാണ് എനിക്കെല്ലാം കൊടുക്കാനും എന്നെ സ്നേഹിക്കാനും ഞാനുണ്ട് എന്ന ചിന്ത തന്നെ. ഞാൻ അങ്ങനെ ചെയ്തപ്പോഴായിരുന്നു ഞാൻ ഹീലായതും മുൻപെങ്ങും ഇല്ലാത്ത വിധം എനിക്ക് സന്തോഷം ഉണ്ടായതും. എനിക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലുമാണ് ചെയ്യാനായിട്ട് പോകുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്താൽ ചിത്രയ്ക്ക് വിഷമമാകും എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോഴൊക്കെ നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുമായിരുന്നു. ആ ഒരു ബലം, ആ ഒരു ഉറപ്പ്, ആ ഒരു വിശ്വാസം വേറെ ആരുടെ അടുത്തൊന്നും കിട്ടിയിട്ടുമില്ല.